നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അൽ-ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഹ്സനൻ നാസി വജ്ഹൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിൽ ഏറ്റവും നല്ല മുഖമുള്ളവരായിരുന്നു. വഅഹ്സനൻ നാസി ഖുലുഖൻ, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരായിരുന്നു. ലൈസ ബിത്തവീലിൽ ബാഇൻ വലൽ ഖസീർ, അവിടുന്ന് വളരെ ഉയരമുള്ളവരായിരുന്നില്ല, എന്നാൽ കുറിയവരുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീളത്തിനോടായിരുന്നു അവിടത്തേക്ക് കൂടുതൽ അടുപ്പമുണ്ടായിരുന്നു. വളരെ നീളമുള്ള ആളായിരുന്നില്ല, ആളുകൾക്കിടയിൽ നിന്നാൽ അങ്ങേറ്റം ഉയരമുള്ള ആളായിരുന്നില്ല, പക്ഷേ എന്നാൽ കുറിയ ആളായിരുന്നില്ല. കൂടുതൽ അവിടത്തേക്ക് നീളമായിരുന്നു. നീളമുള്ള ഒരാളോടാണ് കൂടുതൽ അവിടത്തേക്ക് സാമ്യതയുണ്ടായിരുന്നത് എന്ന് അദ്ദേഹം പറയുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുന്നു, മാ ضرب رسول الله صلى الله عليه وسلم بيده خادما له قط. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സേവകന്മാരിൽ ഒരാളെ പോലും ഒരിക്കൽ പോലും അടിച്ചിട്ടില്ല. വലംറഅതൻ, അവിടുത്തെ ഭാര്യമാരിൽപ്പെട്ട അതല്ലെങ്കിൽ ഒരു സ്ത്രീയെയും അവിടുന്ന് അടിച്ചിട്ടില്ല. വലാ ضرب بيده شيئا قط. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കൈകൊണ്ട് ഒന്നിനെയും അടിച്ചിട്ടില്ല. ഇല്ല അൻ യുജാഹിദ ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള യുദ്ധത്തിന്റെ സന്ദർഭത്തിലല്ലാതെ അവിടുന്ന് തന്റെ കൈകൊണ്ട് ഒരാളെയും ഉപദ്രവിച്ചിട്ടില്ല, ഒന്നിനെയും ഉപദ്രവിച്ചിട്ടില്ല. വലാ ഖുയ്റ ബൈന ശൈഅൈനി ഖത്തു ഇല്ലാ കാന അഹബ്ബുഹുമാ ഇലൈഹി ഐസറഹുമാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ രണ്ടു കാര്യങ്ങൾ വന്നെത്തിയാൽ അവിടുത്തേക്ക് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്നത് അതിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമായിരുന്നു. അവിടുത്തെ എപ്പോഴും എളുപ്പമുള്ളതിലേക്കായിരുന്നു ചാഞ്ഞു നിന്നിരുന്നത്. ഹത്താ യകൂന ഇസ്മൻ, എന്നാൽ ആ എളുപ്പമുള്ളതിൽ തെറ്റുണ്ട് എങ്കിൽ, തിന്മയുണ്ട് എങ്കിൽ, ഫഇദാ കാന ഇസ്മൻ കാന അബ്അദ അന്നാസി മിനൽ ഇസ്ം, അതിലെന്തെങ്കിലും തെറ്റുണ്ട് എങ്കിൽ അവിടുന്ന് ആ തെറ്റിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്നവരായിരിക്കും. രണ്ട് കാര്യം മുന്നിൽ വന്നു, ആ രണ്ട് കാര്യവും ഒരുപോലെയാണ് എങ്കിൽ അവിടുന്ന് ഏറ്റവും എളുപ്പമുള്ളതേ എടുക്കൂ, ഏറ്റവും പ്രയാസമുള്ളത് എടുക്കില്ല, എളുപ്പമുള്ളതാണ് എടുക്കുക. എന്നാൽ എളുപ്പമുള്ള കാര്യത്തിലാണ് തിന്മയുള്ളത് എങ്കിലോ അതിൽ നിന്ന് ഏറ്റവും അധികം അകന്നു നിൽക്കുന്നത് ആരായിരിക്കും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്നായിരിക്കും. അവർ പറയുന്നു, വലൻ തഖമ ലിനഫ്സിഹി മിൻ ഷൈഇൻ യുഅ്താ ഇലൈഹി, ഒരിക്കൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ സ്വന്തത്തിനു വേണ്ടി ഒരാളോടും പ്രതികാരം ചെയ്തിട്ടില്ല. ഇല്ലാ അൻ തുൻതഹക ഹുറുമാതുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിധിവിലക്കുകൾ ലംഘിക്കപ്പെട്ടാൽ ഇസ്ലാമിൽ പറയപ്പെട്ട ശിക്ഷാവിധികൾ നടപ്പിലാക്കുക എന്നതല്ലാതെ തൻ്റെ വ്യക്തിപരമായ കാര്യത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും പ്രതികാരമെടുത്തിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ അവർ പറയുകയാണ്. ഹദീസുകൾ നിങ്ങൾ ഒരിക്കൽ മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്-സുലമി, മനോഹരമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെത്. മുആവിയത്ത് ഇബ്നു അബി സുഫിയാൻ അല്ല, പിന്നീട് ഭരണാധികാരിയായ അദ്ദേഹമല്ല, മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്-സുലമി, അദ്ദേഹം മറ്റൊരു സഹാബിയാണ്. അദ്ദേഹം പറയുന്നു, ഞാൻ ഇസ്ലാം സ്വീകരിച്ചു, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന കൂട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയാം, അത് കേട്ട് നിൽക്കുന്നവൻ യർഹമുക്കല്ലാഹ് എന്ന് പറയാം. അത് ഞാൻ കേട്ട് പഠിച്ച കാര്യമാണ്. ഇസ്ലാമിൽ എത്തിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, ഇത് കേട്ട് പഠിച്ചിട്ടുള്ളൂ. ഒരു ദിവസം ജമാഅത്ത് നിസ്കാരത്തിനിടയിൽ ഒരാൾ നിസ്കാരത്തിൽ തുമ്മി. അയാൾ പറഞ്ഞു അൽഹംദുലില്ലാഹ്, നിസ്കാരത്തിൽ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയും. അയാൾക്ക് അൽഹംദുലില്ലാഹ് എന്ന് പറയാം. എന്തുകൊണ്ട്? അത് ദിക്റാണ്. നിസ്കാരത്തിൽ ദിക്റിന് അനുവാദമുണ്ട്, മറ്റൊരാളോട് സംസാരിക്കാൻ പാടില്ല, പക്ഷെ അള്ളാഹുവിനോടുള്ള ദിക്ർ അത് പറയാം. അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. മുആവിയത്ത് ഇബ്നുൽ ഹകം അസ്-സുലമി അദ്ദേഹം പഠിച്ചിട്ടുണ്ട്, ഇത് കേട്ടാൽ യർഹമുക്കല്ലാഹ് എന്ന് പറയാം. അദ്ദേഹം നിസ്കാരത്തിൽ പറഞ്ഞു യർഹമുക്കല്ലാഹ്, യർഹമുക്കല്ലാഹ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ സഹാബിമാർ അവർ ഇദ്ദേഹം നിസ്കാരത്തിൽ ശബ്ദമുണ്ടാക്കിയത് സംസാരിച്ചത് കണ്ടപ്പോൾ അവർ ഇദ്ദേഹത്തെ നോക്കാൻ തുടങ്ങി, മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. നിസ്കാരത്തിൽ അവർ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ വേണ്ടി നോക്കി, അദ്ദേഹത്തെ നോക്കി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നത്? നിങ്ങൾ എന്തിനാണ് എന്നെ നോക്കുന്നത്? ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്?
അത് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ സഹാബിമാർ അവരുടെ തുടകളിൽ കൈകൾ കൊണ്ട് അടിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിന് മനസ്സിലാക്കി കൊടുത്തു, മിണ്ടരുത്, നിസ്കാരത്തിൽ മിണ്ടാൻ പാടില്ല. തുടകളിൽ അടിച്ചുകൊണ്ട് അവർ ശബ്ദമുണ്ടാക്കി, മിണ്ടാതിരിക്കണം. മുആവിയ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, എനിക്കൊന്നും മനസ്സിലായില്ല, എങ്കിൽ കൂടി ഞാൻ അവരങ്ങനെ ആക്കിയത് കണ്ടപ്പോൾ മിണ്ടാതിരുന്നു. നിസ്കാരം കഴിഞ്ഞു. സഹാബികൾ ഇദ്ദേഹത്തെ നോക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചു. എന്നിട്ട് അദ്ദേഹം പറയാം, വല്ലാഹി മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു അഹ്സന തഅലീമൻ മിൻ. അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ നല്ല അധ്യാപന രീതി ഉണ്ടായിരുന്ന ഒരു അധ്യാപകനെ ഞാൻ വേറെ കണ്ടിട്ടില്ല. അദ്ദേഹം പറയണം, മാ ദറബനി, അവിടുന്ന് എന്നെ അടിച്ചില്ല. വമാ കഹറനി, അവിടുന്ന് എൻ്റെ മുഖത്ത് നോക്കി മുഖം ചുളിച്ചില്ല. വമാ ശതമനി, അവിടുന്ന് എന്നെ ചീത്ത പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ നിസ്കാരത്തിൽ ജനങ്ങളോടുള്ള സംസാരം ഇത് പാടില്ല, പറഞ്ഞു കൊടുത്തു. നമുക്ക് അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ മാറ്റം നോക്കുക. നമ്മുടെ മസ്ജിദിലാണ് സംസാരിച്ച് എന്തിരിക്കും അവസ്ഥ? നിങ്ങൾ ചിന്തിക്കും, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത പെരുമാറ്റം ഇങ്ങനെയായിരുന്നു. നോക്ക്, നിസ്കാരത്തിൽ സംസാരിക്കുക എന്നുള്ളത് നിസ്കാരം ബാത്തിലാവാനുള്ള കാരണമാണ്. നമ്മിൽ ചിലർ നിസ്കാരത്തിൽ സുന്നത്ത ഒരു കാര്യം ഒരാൾ ഒഴിവാക്കിയാൽ അയാൾ എങ്ങനെ തിരുത്താറുള്ളത്? എങ്ങനെയാണ് അയാൾ തിരുത്താറുള്ളത്? എങ്ങനെയാണ് അയാൾക്ക് പറഞ്ഞു കൊടുക്കാറുള്ളത്? അയാളുടെ അഭിമാനത്തിന്റെ അവസാനത്തെ കണിക വരെ പിച്ചു ചീന്താൻ കഴിയുന്ന രൂപത്തിലാണ് ചിലർ ഉപദേശിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഉപദേശിക്കുക, ഇങ്ങനെയാണ് ഒരാൾക്ക് കാര്യം പറഞ്ഞു കൊടുക്കുക. ചില ആളുകൾ അവൻ്റെ വിവരക്കേടിനെ കുറിച്ച് ചോദ്യം ചെയ്യും. അവൻ എന്ത് ചെയ്യായിരുന്നു എന്ന് ചോദിക്കും. നീ കാര്യം പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമുക്ക് പഠിപ്പിച്ചു തന്ന മേന്മയേറിയ സ്വഭാവത്തിൻ്റെ ഉദാഹരണങ്ങളിൽപ്പെട്ടതാണ്. എത്രയോ സ്വഭാവങ്ങൾ ഇതുപോലെ അവിടുത്തെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാം. അവിടുത്തെ പെരുമാറ്റത്തിൻ്റെ മേന്മ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്ന അനേകം ഹദീസ്.